ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ചാപ്റ്ററാണ് പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. ഇപ്പോൾ എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഓപ്പറേഷൻ എന്താ അതിൻ്റെ മീനിങ് നോക്കാം നമുക്ക്. ഓക്കെ, ഓപ്പറേഷൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനിയിലെ മെജോറിറ്റി ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ഈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അന്യായമായിട്ടും കടുത്ത രീതിയിലും പീഡിപ്പിക്കുന്ന ഒരു പെരുമാറ്റമാണ് ഈ ഓപ്പറേഷൻ. അതായത് ഈ പറയുന്ന മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അധികാരമുണ്ടല്ലോ, ആ അധികാരം മിസ്യൂസ് ചെയ്യും, അതായത് അന്യായമായി ഉപയോഗിക്കും. ഓക്കെ, അതിനെയാണ് ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കാതിരിക്കുക, അതുപോലെ തന്നെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിനെ നിഷേധിക്കുക, മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, മൈനോറിറ്റി ഡയറക്ടേഴ്സിനെ അന്യായമായി റിമൂവ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. എന്താണ് മിസ്മാനേജ്മെൻറ്റ്? മിസ്മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അശ്രദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ വഞ്ചനപരമായ രീതിയിൽ നോക്കി നടത്തുന്നതാണ് മിസ്മാനേജ്മെൻറ്റ്. അപ്പോൾ മിസ്മാനേജ്മെൻറ്റ് വഴി കമ്പനിക്കും പൊതുജനത്തിനും നാശം സൃഷ്ടിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പനിയുടെ ഫണ്ട്സൊക്കെ കമ്പനിക്ക് തോന്നിയ പോലെ ഉപയോഗിക്കുക, അതായത് മിസ്യൂസ് ചെയ്യുക. മാനേജ്മെൻറ്റിൻ്റെ അശ്രദ്ധ മൂലം കമ്പനിക്ക് നഷ്ടം വന്നേക്കാം. പിന്നെ കമ്പനീസ് ആക്ട് ലംഘിക്കുക, പിന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റിനെതിരെ പ്രവർത്തിക്കുക, പിന്നെ ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുക, അതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണം. അതായത് കമ്പനീനെ നല്ല രീതിക്കല്ല കൊണ്ടുപോകുന്നത്. ഓക്കെ, അതായത് പബ്ലിക്കിനെതിരെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ താല്പര്യത്തിനെതിരെ അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെതിരെയായിട്ടാണ് കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ അതിന് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇനി ഈ പറയുന്ന ഓപ്പറേഷനോ അല്ലെങ്കിൽ മിസ്മാനേജ്മെൻറ്റോ ഏതെങ്കിലും കമ്പനിയിൽ കണ്ടു കഴിഞ്ഞാൽ ഈ 3 പേർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. NCLT-യിലോട്ട് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇപ്പോൾ ഷെയർ ക്യാപിറ്റലില്ലാത്ത കമ്പനിയാണെന്ന് വെച്ചോ, മിനിമം ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/5 ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി സെക്കൻഡ്, ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണെങ്കിൽ 100 മെമ്പേഴ്സ് ഓർ ടോട്ടൽ മെമ്പേഴ്സിന് 10% നോക്കാം. ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അവർക്ക്, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 10% അവർക്കും കൊടുക്കാം. മൂന്നാമത്തെ ആളാണ് സെൻട്രൽ ഗവൺമെൻറ്. ഈ 3 പേർക്ക് NCLT-യിലോട്ട് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മേളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 3 ആൾക്കാർ NCLT-യിലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കും. എന്നിട്ട് NCLT എല്ലാം അന്വേഷിച്ച് വന്നപ്പോൾ NCLT-ക്ക് തോന്നുവാണ് ആ കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷനും മിസ്മാനേജ്മെൻറ്റും നടക്കുന്നുണ്ട്, പക്ഷേ ആ കമ്പനി അടച്ചു പൂട്ടാൻ പാകത്തിനുള്ളതൊന്നും നടക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും NCLT കമ്പനിയുടെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും, ഓർഡർ കൽപ്പിക്കും. എന്നിട്ട് കമ്പനി 30 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ഓർഡറിൻ്റെ കോപ്പി ROCക്ക് ഫയൽ ചെയ്യണം. അപ്പോൾ NCLT-യുടെ ഓർഡേഴ്സ് ഇതൊക്കെയാണ്. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്തുക, റെഗുലേറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ക്യാപിറ്റൽ ഒന്നും കൂടി റിഡക്ഷൻ ചെയ്യുക, പിന്നെ ഷെയർസ് അലോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് കീപ്പ് ചെയ്യണം. അതുപോലെ ചില കമ്പനീസായിട്ടുള്ള എഗ്രിമെൻറ്റ് നിർത്തലാക്കണം. അതുപോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ചിലവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ചും കൂടി മോഡിഫിക്കേഷൻ വരുത്തണം. പിന്നെ ചില മാനേജേഴ്സിനെ റിമൂവ് ചെയ്യണം, ചില ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യണം. തട്ടിപ്പ് വഴി എന്തെങ്കിലും ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്തേക്കണം. ആ കമ്പനിക്ക് അർഹതപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ച് അയാൾക്ക് തന്നെ മടക്കി കൊടുക്കണം. പിന്നെ വഞ്ചന വഴി എന്തെങ്കിലും പ്രോപ്പർട്ടി ആ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം. എന്തെങ്കിലും ലാഭം കിട്ടിയാലും അത് മടക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓർഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റും ഈ പറയുന്ന സാഹചര്യം ഏതെങ്കിലും കമ്പനി ഫേസ് ചെയ്യുകയാണെങ്കിൽ NCLT-ക്ക് പരാതി കൊടുക്കാം. ഇപ്പോൾ മാനേജ്മെൻറ്റിലുള്ള ആരെങ്കിലും ഒരാൾ മര്യാദയ്ക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല, അയാളിൽ കമ്പനിക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്, അങ്ങനെ എന്തെങ്കിലും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് NCLT-ക്ക് പരാതിപ്പെടാം. പിന്നെ കമ്പനിയുടെ ബിസിനസ് നല്ല രീതിയിലല്ല അത് നടത്തപ്പെടണമെങ്കിൽ അവിടെയും പരാതിപ്പെടാം. മാനേജ്മെൻറ്റ് ശരിയല്ലാത്ത കാരണം മറ്റുള്ള കമ്പനീസിനും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പരാതിപ്പെടാം. ക്രെഡിറ്റേഴ്സിനോ മെമ്പേഴ്സിനോ പറ്റിക്കുന്ന രീതിയിലാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ പരാതിപ്പെടാം. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്
എൽ ടിയിലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ. പിന്നെ പവേഴ്സ് ഓഫ് ട്രിബ്യൂണൽ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ ഓപ്പറേഷനും മിസ്മാനേജ്മെൻറ്റും തടയാൻ വേണ്ടിയിട്ട് ട്രിബ്യൂണൽ കമ്പനിയുടെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. ഇനി അടുത്ത ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് സർട്ടൺ എഗ്രിമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജറിൽ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ കമ്പനിക്ക് ദോഷം ചെയ്യുന്നുണ്ടോ അതോ ഗുണം ചെയ്യുന്നുണ്ടോ, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഗുണം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിന്യൂ ചെയ്യാൻ പറയും, ദോഷം ചെയ്യുന്ന ആൾക്കാരെ പിരിച്ചുവിടും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തോന്നുവാണ് ഏതൊരു കമ്പനിയിൽ ഈ പറഞ്ഞ ഓപ്പറേഷനോ അല്ലെങ്കിൽ മിസ്മാനേജ്മെൻറ്റ് ആ അവസ്ഥ ആ കമ്പനി ഫേസ് ചെയ്യേണ്ടെന്ന്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി ആപ്ലിക്കേഷൻ്റെ ഒപ്പം NCLTക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് NCLT എന്ത് ചെയ്യും, ഈ പറയണ ടോപ്പ് ലെവൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആ കമ്പനിയിൽ അർഹതപ്പെട്ടവരാണോ, എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും തട്ടിപ്പ് ചെയ്യുന്നുണ്ടോ, അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കും NCLT. അന്വേഷിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ NCLTക്ക് തോന്നുകയാണ് ആ പറഞ്ഞ ആൾക്കാർ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്, കമ്പനീനെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കില്ല. അതേസമയം ഇപ്പോൾ ഏതെങ്കിലും ഒരു മാനേജറിയൽ പേഴ്സൺ എന്തോ തട്ടിപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്പനീനെ ചൂഷണം ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ആ കസേരയിൽ നിന്ന് റിമൂവ് ചെയ്യും. എന്നിട്ട് 5 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യും. അതുമാത്രമല്ല അയാൾക്ക് കോമ്പൻസേഷൻ ലോസ് പോലും കിട്ടില്ല. ഓക്കെ. ഇത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി, ഈ സെക്ഷനെ പറ്റി. ഇനി അടുത്ത സെക്ഷനാണ് ക്ലാസ് ആക്ഷൻ, സെക്ഷൻ 245. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോണ 2 ഗ്രൂപ്പിന്, അതായത് ഡെപ്പോസിറ്റേഴ്സ് ഗ്രൂപ്പും അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലും കമ്പനിയുടെ ഈ മിസ്മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ വഴി അവർക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കമ്പനിയുടെ അടുത്ത് നിന്ന് നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടി NCLTയിലോട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് എലിജിബിൾ ഡെപ്പോസിറ്റേഴ്സ്. അതായത് ഒന്നല്ലെങ്കിൽ 100 ഡെപ്പോസിറ്റേഴ്സ്, അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ 5%, അതുമല്ലെങ്കിൽ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 5% ഡെപ്പോസിറ്റ് കടപ്പെട്ടിരിക്കുന്ന ഒരു ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഈ 3 ആൾക്കാർക്ക് NCLTയിലോട്ട് അപേക്ഷിക്കാം. ഞാൻ സെക്കൻഡ് കാറ്റഗറിയിൽപ്പെട്ട എലിജിബിൾ മെമ്പേഴ്സാണ് ഒന്നല്ലെങ്കിൽ 100 മെമ്പേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 5%. ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 2% ഷെയർ ക്യാപിറ്റൽ കയ്യിലുള്ള മെമ്പേഴ്സ്, അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 5% ഷെയർ ക്യാപിറ്റൽ കയ്യിലുള്ള മെമ്പേഴ്സ്. ഈ 4 പേരിൽ ഏറ്റവും കുറവ് ഏതാണോ അവരാണ് എലിജിബിൾ മെമ്പേഴ്സ്. അവർക്ക് പരാതിപ്പെടാം. ഓക്കെ. എന്തെങ്കിലും നഷ്ടപരിഹാരം തന്നോന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനി ഓപ്പറേഷൻ അല്ലെങ്കിൽ മിസ്മാനേജ്മെൻറ്റിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സൊക്കെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ കമ്പനിയുടെ എക്സ്പേർട്ടോ അഡ്വൈസറോ കൺസൾട്ടൻറ്റോ ഇതുപോലെ തെറ്റായ ഏതെങ്കിലും കാര്യങ്ങളോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് ഫയൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയണ 2 കാറ്റഗറിയിലുള്ള മെമ്പേഴ്സാണെങ്കിലും ഡെപ്പോസിറ്റേഴ്സിനാണെങ്കിലും പരാതിപ്പെടാം, NCLTയിലോട്ട് അപേക്ഷിക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും 2 കാറ്റഗറിയിൽപ്പെട്ട മെമ്പേഴ്സോ ഡെപ്പോസിറ്റേഴ്സോ ഓപ്പറേഷൻ അല്ലെങ്കിൽ മിസ്മാനേജ്മെൻറ്റ് കാരണം അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ NCLTയിലോട്ട് അപേക്ഷിക്കാം. അപ്പോൾ NCLT കുറച്ച് റെമഡിയൽ ആക്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഓർഡേഴ്സ് പാസ്സാക്കും. അതിനുശേഷം മെമ്പേഴ്സിനും ഡെപ്പോസിറ്റേഴ്സിനും പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ഈ NCLT ഈ പറഞ്ഞ ഓർഡർ ആ കമ്പനിയുടെ മെമ്പേഴ്സിനും ഡെപ്പോസിറ്റേഴ്സിനും ഓഡിറ്റേഴ്സിനും എക്സ്പേർട്ടിനും ഡയറക്ടേഴ്സിനൊക്കെ ബാധകമാണ്. ഓക്കെ. അപ്പോൾ ഈ NCLTയുടെ ഓർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്: കമ്പനി ഏതെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ നിന്ന് തടയുക, പിന്നെ ബ്രീച്ച് ഓഫ് എനി ഡ്യൂട്ടി അതിൽ നിന്നും തടയുക, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അതിനെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കമ്പനി നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്ന് പിൻവലിക്കുക അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുക, അതൊക്കെയാണ് ഈ പറഞ്ഞ ഓർഡേഴ്സ്. അതുപോലെ തന്നെ നഷ്ടം വന്ന വ്യക്തികൾക്ക് കമ്പനിയുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റർ അല്ലെങ്കിൽ എക്സ്പേർട്സ് അഡ്വൈസർ കൺസൾട്ടൻറ്റ് ആരെ ആയിക്കോട്ടെ അവരിൽ നിന്ന് നഷ്ടപരിഹാരം അവർക്ക് മേടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. താങ്ക് യു.